Hello, welcome to today's social science class. Today we are going to discuss about centers of power in southern and western India. We have discussed the growth of Delhi as a seat of power in medieval India, the other important kingdoms that prevailed in southern and western India during the period are given below. ഇതുവരെ നമ്മൾ ഡൽഹി കേന്ദ്രമായി ഭരിച്ചിരുന്ന ഭരണാധികാരികളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. ഇന്ന് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തുമൊക്കെ മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന രാജവംശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് ഡിസ്കസ് ദിസ് ടേബിൾ. ഹിയർ ഈസ് 2 headings, kingdom and region. Southern India, 3 important kingdoms are there: Chola kingdom, Vijayanagara and Bamini. സൗത്ത് ഇന്ത്യയിൽ വളർന്നു വന്ന ഭരണകൂടങ്ങളിൽ മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്ന ഭരണാധികാരികൾ പ്രമുഖർ 3 ആളുകളാണ്, 3 രാജവംശങ്ങളാണ്. അതിലൊന്നാണ് ചോളാസ്, മറ്റൊന്ന് വിജയനഗര, മറ്റൊന്ന് ഭാമിനി. 3നെക്കുറിച്ചും വിശദമായി നമ്മൾ തുടർന്ന് പഠിക്കും. ഇനി വെസ്റ്റേൺ ഇന്ത്യയിൽ, അതായത് പടിഞ്ഞാറ് ഇന്ത്യയിൽ മറാത്തകൾ. അപ്പോൾ ഈ 4 വംശങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ചോള, വിജയനഗര, ഭാമിനി, മറാത്ത. ആദ്യം നമുക്ക് ചോള കിങ്ഡത്തെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ലിസൺ ടു ദിസ് മാപ്പ്. ദ ബ്ലൂ കളേർഡ് ഏരിയ ഡിനോട്ട്സ് ദി ഡൈനാസ്റ്റി ഓഫ് ചോള കിങ്ഡം. ചോള ഡൈനാസ്റ്റി ബിക്കെയിം പവർഫുൾ ബൈ in 9th century. 9ാം നൂറ്റാണ്ടോടുകൂടിയാണ് ചോള വംശം ശക്തി പ്രാപിച്ചത്. ഹൂ ആർ ദ ഇമ്പോർട്ടൻ്റ് ചോള റൂളേഴ്സ്? രാജ ചോള ആൻഡ് രാജേന്ദ്ര ചോള were the prominent ചോള റൂളേഴ്സ്. The influence of the Cholas was extended even to countries like Malaysia and Indonesian islands. ഈ മാപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്ന ഏരിയ ഇന്ത്യക്ക് പുറത്ത് ചില രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തതായി നമുക്ക് കാണാം. മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള ഐലൻഡുകളിലേക്കാണത്. വൈ ഡിഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ചോളാസ് എക്സ്റ്റെൻഡഡ് ടു ദി കൺട്രീസ് ലൈക്ക് മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ? എന്തുകൊണ്ടാണ് ചോളന്മാർക്ക് അവരുടെ അധികാരം സമുദ്രത്തിനപ്പുറത്തുള്ള മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കുമൊക്കെ എത്തിക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ ഉത്തരം നമുക്കിവിടെ കാണാം. ദ ചോളാസ് ഹാഡ് എ പവർഫുൾ നേവി. ചോളന്മാർക്ക് ശക്തമായ നാവികസേന ഉണ്ടായിരുന്നു. സമുദ്രപട വളരെ ശക്തമായിരുന്നു ചോള കിങ്ഡം. അതുകൊണ്ടാണ് ചോള രാജവംശം എവിടം വരെ എത്തിയത്? സമുദ്രത്തിനപ്പുറത്തേക്ക്, സമുദ്രങ്ങൾ കടന്ന് ഇന്ത്യക്കപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലേക്ക് കൂടി അത് വ്യാപിച്ചത്. ശ്രീലങ്കയിലുണ്ട്, മലേഷ്യയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്. ചോളന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വിജയനഗര രാജവംശമാണ്. വിജയനഗര കിങ്ഡം. അബ്ദുൾ റസാഖ്, പേർഷ്യൻ ട്രാവലറായിട്ടുള്ള അബ്ദുൾ റസാഖിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്കുമുണ്ട്. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ യു ഒബ്റ്റെയിൻ ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് അബ്ദുൾ റസാഖ്? അബ്ദുൾ റസാഖിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ച് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാവുക എന്ന് ഒരു വർക്കുമുണ്ട്. ഈ വർക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്ത് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. പേർഷ്യൻ ട്രാവലറായിട്ടുള്ള അബ്ദുൾ റസാഖിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്റ്റ്. The prince has in his dominions 300 ports. വിജയനഗര രാജാക്കന്മാർക്ക് 500 പോർട്ടുകൾ, തുറമുഖങ്ങളുണ്ടായിരുന്നു. ഈച്ച് ഓഫ് വിച്ച് ഈസ് ഈക്വൽ ടു കാലിക്കറ്റ് ആൻഡ് 1 terra firma. His territories comprise a size of 3 months journey. കാലിക്കറ്റിൻ്റെ അത്രയും വരുന്ന അതായിരുന്നു ഓരോന്നും. ഇവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 3 മാസത്തെ യാത്ര ചെയ്യാനുള്ള അകലം ഉണ്ടായിരുന്നു. ദ കൺട്രി ഈസ്
ഫോർ ദി മോസ്റ്റ് പാർട്ട് വെൽ കൾട്ടിവേറ്റഡ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൃഷി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വെരി ഫെർട്ടൈൽ. ദ ട്രൂപ്സ് എമൗണ്ട് ഇൻ നമ്പർ ടു 11 lakhs. ഫലഭൂഷ്ടമായ മണ്ണിൽ കൃഷി ഇറക്കിയിരുന്നു. അതോടൊപ്പം തന്നെ പട്ടാളത്തിൻ്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് 11 ലക്ഷമായിരുന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന 2 പോയിൻറ്റുകൾ, ഒരെണ്ണം അവിടെ കൊടുത്തിരിക്കുന്നത് ദർ വെർ മെനി പോർട്സ് ഇൻ വിജയനഗര എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 പോയിൻറ്റുകൾ നമുക്ക് ഈ പാരഗ്രാഫ്, ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പം ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുന്നതുള്ളൂ. അപ്പോൾ എല്ലാവരും അത് ഫില്ല് ചെയ്യാം. ദ വിജയനഗര കിങ്ഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹരിഹര ആൻഡ് ബുക്ക. ഹു വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിജയനഗര കിങ്ഡം? ഹരിഹര ആൻഡ് ബുക്ക. വെൻ did it was established? CE 14th century. Who was the major ruler of Vijayanagara? Krishnadevaraya was the major ruler of Vijayanagara. അപ്പം വിജയനഗര കിങ്ഡം മധ്യകാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ്. നെക്സ്റ്റ് ബാമിനി കിങ്ഡമാണ്. ബിഫോർ റീഡിങ് ദിസ് പാസേജ്, let us read the question given below. What are the factors that motivated the Vijayanagara and Bamini rulers to engage in battles for the Raichur region? റൈച്ചൂർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പേരിൽ ബാമിനി രാജവംശവും വിജയനഗരവും തമ്മിൽ യുദ്ധം ചെയ്യാനുള്ള കാരണം എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. Let's read. Alauddin Hasan Bahman Shah was the founder of the Bamini kingdom. ബാമിനി കിങ്ഡത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? അലാവുദ്ദീൻ ഹസൻ ബാമിനി ഷായാണ്. The Raichur region located between the Tungabhadra and the Krishna rivers was fertile. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇവിടെ മുതൽ പറയുന്നത്. റൈച്ചൂർ എന്ന് പറയുന്ന പ്രദേശം തുംഗഭദ്ര ആൻഡ് കൃഷ്ണ റിവർ, ഈ 2 നദികൾക്കിടയിലുള്ള ഒരു പ്രദേശമായിരുന്നു. വാസ് ഫെർട്ടൈൽ, അത് വളരെ ഫലഭൂഷ്ടമായ മണ്ണുള്ള പ്രദേശവുമായിരുന്നു. ഇറ്റ് വാസ് നോൺ ആസ് ദി റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. ഈ പ്രദേശത്തിന് സൗത്ത് ഇന്ത്യയുടെ റൈസ് ബൗൾ, അരിപ്പാത്രം, സൗത്ത് ഇന്ത്യയുടെ അരിപ്പാത്രം എന്ന് ആണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ദ റൂളേഴ്സ് ഓഫ് ബാമിനി ആൻഡ് വിജയനഗര, ബാമിനികളും വിജയനഗര വംശജരും ഫ്രീക്വൻ്റ്ലി എൻഗേജ്ഡ് ഇൻ വാർസ് ടു ഗെയിൻ കൺട്രോൾ ഓവർ ദി റൈച്ചൂർ റീജിയൻ. റൈച്ചൂർ റീജിയൻ പിടിച്ചടക്കാൻ വേണ്ടി ഇവർ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? വൈ ഡിഡ് വിജയനഗര ആൻഡ് ബാമിനി റൂളേഴ്സ് എൻഗേജ് ഇൻ ബാറ്റിൽ ഫോർ ദി റൈച്ചൂർ റീജിയൻ എന്നുള്ളതിൻ്റെ ആൻസർ നമ്മൾ കണ്ടു. റൈച്ചൂർ റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ തുംഗഭദ്ര ആൻഡ് കൃഷ്ണ റിവേഴ്സ് വാസ് ഫെർട്ടൈൽ. ഇറ്റ് വാസ് നോൺ ആസ് ദി റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. The rulers of Bamini and Vijayanagara frequently engaged in war, gain control over this region. Which region? Raichur region. Next, Maratha Kingdom. സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് മറാത്ത കിങ്ഡം. ഈ മറാത്ത കിങ്ഡവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വാട്ട് were the factors that helped the growth of the Maratha? മറാത്തകളെ ഒരു ശക്തിയാവാൻ സഹായിച്ചത് എന്തൊക്കെയാണ്? മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഇന്നത്തെ പ്രദേശം മറാത്ത എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം എന്താണ് മറാത്തകളെ ഒരു ശക്തിയാവാൻ സഹായിച്ചത്. ഇറ്റ് വാസ് ഇൻ CE 17th century. 17ാം നൂറ്റാണ്ടിലാണ് മറാത്താസ് ബിക്കം എ പ്രോമിനൻറ്റ് പവർ. മറാത്തകൾ ഒരു ശക്തിയായി മാറിയത് നൂറ്റാണ്ടിലാണ്, 17ാം നൂറ്റാണ്ടിലാണ്. The geographical features of the region helped the growth of the Maratha. മറാത്തകളെ ശക്തിയാവാൻ സഹായിച്ചത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ്. എന്താണ് അവിടുത്തെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്? അതിലൊന്ന് ഇതാണ്.
The Vindhya Satpura mountain ranges and Narmada Tapti rivers separated the Maratha region from the nearby regions. ആ കാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി എന്ന് പറയുന്നത് മറ്റു രാജാക്കന്മാരുടെ ആക്രമണമാണ്. ആ ആക്രമണത്തിൽ നിന്ന് നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഈ രാജാക്കന്മാർക്ക് ലഭിച്ചിരുന്നു. എങ്ങനെയാണത് ലഭിച്ചത്? ഒന്ന്, വിന്ധ്യ സത്പുര മൗണ്ടെയിൻ റേഞ്ചസ്. ഒരു ഭാഗത്ത് ഒരു പർവ്വതനിര, വിന്ധ്യ സത്പുര പർവ്വതനിരകളും, മറുഭാഗത്ത് 2 നദികൾ, നർമ്മദ താപ്തി നദികൾ. ഇവ സെപ്പറേറ്റഡ് ദ മറാത്ത റീജിയൻ ഫ്രം ദി നിയർ ബൈ റീജിയൻസ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ മറാത്തകളെ ഈ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സഹായിച്ചു. ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫേർഡ് നാച്ചുറൽ പ്രൊട്ടക്ഷൻ ടു ഇറ്റ്. ഒരു പ്രകൃതി തന്നെ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് നൽകുകയുണ്ടായി. ദ മറാത്തി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഇൻസ്റ്റിൽഡ് എ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദി മറാത്താസ്. ഇനി മറാത്താസ് എന്ന് പറയുന്നത് ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കിടയിൽ അവരുടെ ഭാഷയും സാഹിത്യവും അവർക്കിടയിൽ ഒരു ഐക്യമുണ്ടാക്കാനും സഹായിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. നോട്ട്ബുക്കിലേക്ക് നിർബന്ധമായിട്ട് എഴുതുക, എനിക്ക് അയച്ചു തരും. ഇനി, ഹു വാസ് ദി ഇമ്പോർട്ടൻ്റ് റൂളർ ഓഫ് മറാത്ത കിങ്ഡം? ശിവജി വാസ് ദി മേജർ റൂളർ ഓഫ് ദി മറാത്ത കിങ്ഡം. ഹി അഡോപ്റ്റഡ് ദ ടൈറ്റിൽ. വാട്ട് വാസ് ദ ടൈറ്റിൽ ഓഫ് ശിവജി? ഛത്രപതി ശിവജി. മുംബൈയിലെ ഈ മഹാരാഷ്ട്രയിലെ വിമാനത്താവളം എയർപോർട്ട് അറിയപ്പെടുന്നത് ഛത്രപതി ശിവജി ടെർമിനൽ എന്ന് പറയുന്ന ടെർമിനലൊക്കെ അവിടെയുണ്ട്. ദ മറാത്താസ് ഹാഡ് സ്ട്രോങ് ആർമി ആൻഡ് നേവി. നല്ല കരസേനയുണ്ടായിരുന്നു അവർക്ക്, അതുപോലെ നാവികസേനയും ഉണ്ടായിരുന്നു. ഹെൽപ്ഡ് ദം ടു ബി എ മേജർ പൊളിറ്റിക്കൽ പവർ. അങ്ങനെ അവർ രാഷ്ട്രീയമായ ശക്തിയുള്ള ഭരണാധികാരികളായി മാറി. പൂനെ വാസ് ദി ക്യാപിറ്റൽ ഓഫ് ദി മറാത്ത കിങ്ഡം. മറാത്തകളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പൂനെ ആയിരുന്നു. അപ്പോൾ എന്താണ് മറാത്തകളുടെ പ്രത്യേകതകൾ എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായി. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയത്, ഇൻ അഡീഷൻ ടു ഡൽഹി, വാരിയസ് സെൻറ്റേഴ്സ് ഓഫ് പവർ എക്സിസ്റ്റഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, സൗത്തേൺ ഇന്ത്യ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ ഇൻ ദി മെഡീവൽ പീരീഡ്. ഇവയെക്കുറിച്ച് നമുക്ക് ഓരോന്നിനെക്കുറിച്ചും ഓരോ നോട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. Today we are discussing about 4 important kingdoms. They are Chola, Vijayanagara, Bhamini in southern India, then Maratha in western India. ഇതോടുകൂടി ഫസ്റ്റ് യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ യൂണിറ്റിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ അടുത്ത ദിവസം തന്നെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായി വായിച്ച് വർക്കുകളും ചെയ്ത് നിങ്ങളെനിക്ക് അയച്ചു തരിക. ഒപ്പം തന്നെ നാളെ നടക്കുന്ന ഫീഡ്ബാക്ക് ടെസ്റ്റിനും നന്നായി പ്രിപ്പയർ ആവുക. ഓക്കെ, താങ്ക് യു.